ബ്രസീൽ വീണ്ടും ഒരുങ്ങുകയാണ് ലോകകപ്പ് സ്വപ്നവുമായി. പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി പുതിയ സംഘത്തെ പരീക്ഷിക്കുമ്പോൾ ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് സൂപ്പർ താരം നെയ്മാർ ജൂനിയർ ടീമിന് പുറത്താകുന്നത്. ഡോൺ കാർലോയോട് എന്തുകൊണ്ട് വീണ്ടും തഴയുന്നുവെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഫിറ്റ്നസ്. നെയ്മാർ കളിക്കുമോ അടുത്ത ലോകകപ്പ്? രണ്ടായിരത്തി ലോകകപ്പിലാണ് ബ്രസീൽ അവസാനമായി ചാമ്പ്യന്മാരായത്. പിന്നീട് ലോകവേദികളിൽ തുടരെ നിരാശ. അതിനുശേഷവും 3 തവണ കോപ്പ അമേരിക്ക കിരീടവും 3 കോൺഫെഡറേഷൻസ് കപ്പും 2 തവണ ഒളിമ്പിക് സ്വർണവും നേടി ബ്രസീൽ. പക്ഷേ ലോക ചാമ്പ്യന്മാരെന്ന പകിട്ടല്ലാതെ ബ്രസീൽ ടീമിന് മറ്റൊന്നും തൃപ്തി നൽകില്ല. അതുകൊണ്ട് തന്നെയാണ് റയൽ മാഡ്രിഡിൽ നിന്ന് കാർലോ ആഞ്ചലോട്ടിയെ പൊന്നും വില നൽകി ബ്രസീൽ ടീമിനൊപ്പം എത്തിച്ചത്. വിദേശ പരിശീലകനിലേക്ക് തീരുമാനം മാറ്റിയതിന് പിന്നിൽ അടുത്ത ലോകകപ്പിൽ ചെറിയ കളികളില്ല എന്ന മുന്നറിയിപ്പാണ്. ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ഏത് സൂപ്പർ താരവും ടീമിന് പുറത്താകുമെന്ന ഉറച്ച സന്ദേശവും ആഞ്ചലോട്ടി നൽകുന്നു. നെയ്മാറിനെ എല്ലാവർക്കും അറിയാം. പക്ഷേ നെയ്മാർ അടക്കം ബ്രസീൽ ടീമിൽ കളിക്കേണ്ട എല്ലാ താരങ്ങളും ഫിറ്റ്നസ് വീണ്ടെടുക്കണമെന്ന മുന്നറിയിപ്പ്. നെയ്മാർ ആകട്ടെ 2023 ശേഷം ഇതുവരെ ബ്രസീലിനായി കളിച്ചിട്ടില്ല. സൗദിയിൽ നിന്ന് സാന്റോസിലെത്തി തുടരെ മത്സരത്തിനിറങ്ങി. പരിക്ക് തുടർക്കഥയായിരുന്ന സൂപ്പർ താരം 6 മത്സരങ്ങൾ തുടർച്ചയായി കളിക്കുന്നത് പോലും 3 വർഷത്തിനിടെ ആദ്യമാണ്. ഗോളടി തുടങ്ങിയെങ്കിലും പഴയ ഫോമിലേക്ക് പൂർണ്ണമായും തിരിച്ചെത്തിയിട്ടില്ല നെയ്മാർ. ലോകകപ്പിന് നേരത്തെ യോഗ്യത ഉറപ്പിച്ചതിനാൽ അടുത്ത 2 മത്സരങ്ങളും പുതിയ താരങ്ങളെ പരീക്ഷിക്കാനാണ് കാർലോ ആഞ്ചലോട്ടി ഉപയോഗിക്കുന്നത്. റയൽ മാഡ്രിഡ് താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ എന്നിവരും ടീമിൽ ഇടം പിടിച്ചില്ല. ബാഴ്സലോണ താരം റഫീഞ്ഞ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്യാസ് കുന്യ, ആഴ്സണൽ സ്ട്രൈക്കർ ഗബ്രിയൽ മാർട്ടിനെല്ലി, ടോട്ടനം താരം റിച്ചാർലിസൺ തുടങ്ങിയവർക്കൊപ്പം ചെൽസിയുടെ 18-കാരൻ എസ്റ്റീവോ വില്യൻ, യുവതാരം യാവോ പെഡ്രോ എന്നിവരാണ് മുന്നേറ്റ നിരയിൽ ഇടം പിടിച്ചവർ. അലിസൺ ബക്കർ ഗോൾ കീപ്പർ സ്ഥാനം സുരക്ഷിതമാക്കിയപ്പോൾ PSG നായകൻ മാർക്കിഞ്ഞോസിനാകും പ്രതിരോധ ചുമതല. മധ്യനിര താരം ലൂക്കാസ് പക്വേറ്റ ടീമിൽ തിരിച്ചെത്തി. കാസിമിറോയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5-ന് ചിലെയും 10-ന് ബൊളീവിയയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിന്റെ നായകനായി നെയ്മാർ ജൂനിയർ തിരിച്ചെത്തുന്ന നാളുകളാണ് ആരാധകരുടെ സ്വപ്നം. ബ്രസീലിന്റെ വിഖ്യാത ജേഴ്സിയിൽ നെയ്മാർ തിരിച്ചെത്തണമെങ്കിൽ ഇനിയുമേറെ വിയർപ്പൊഴുക്കണമെന്നതിലും സംശയമില്ല. 33-കാരന് മുന്നിൽ ഇപ്പോഴും വാതിലടച്ചിട്ടില്ല ആഞ്ചലോട്ടി. ബ്രസീൽ ടീമിൽ ഇടം പിടിക്കുകയെന്ന സ്വപ്നത്തോടെ തന്നെയാണ് നെയ്മാർ സ്വന്തം നാട്ടിൽ പന്ത് തട്ടാനെത്തിയതും. പക്ഷേ പരിക്കാണ് ഇപ്പോഴും നെയ്മാറിന്റെ പ്രതിസന്ധി. പരിക്കില്ലാത്ത ഒരു കാലം നെയ്മാറിന് ഉണ്ടായിട്ടുമില്ല. പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്ത നെയ്മാറിനെ എതിരാളികൾക്ക് തടയാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. സാന്റോസിൽ ഇനിയുള്ള മത്സരങ്ങളിൽ പഴയ ഫോമിലേക്ക് എത്താനായാൽ ലോകകപ്പ് ടീമിലേക്ക് സീറ്റുറപ്പിക്കാം നെയ്മാറിന്.